ശ്രീ വി വസീഫ്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിൽ മറുപടി ചോദിക്കുമ്പോൾ എന്താണ് നിലപാടെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. രാജു പി നായർ ചോദിക്കുന്നത് പ്രകാരം അതിലപ്പുറം എന്തിനാണ് ഒരു മുഖ്യമന്ത്രി വിശദീകരണം നൽകേണ്ടത്? ആ കേസുമായി ബന്ധപ്പെട്ടൊരു പ്രതി മാത്രമാണ് വീണ ടി. അവരുടെ വീട്ടിൽ സ്വാഭാവികമായും അവർ താമസിക്കുന്ന വീട്ടിൽ റെയ്ഡ് ഉണ്ടാകും. അതിൽ എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു സർക്കാർ അഭിപ്രായം പറയേണ്ടത്? അസിത, ഇവിടെ ഈ രാജുചേട്ടൻ്റെ പാർട്ടി കോൺഗ്രസ്, അതിൻ്റെ നേതാവ് ഇപ്പോൾ മുഖ്യമന്ത്രി സതീശൻ, അദ്ദേഹത്തെ ഈ കഴിഞ്ഞ 5 വർഷവും കേരളത്തിലെ ജനങ്ങൾക്കറിയാമല്ലോ. മാധ്യമങ്ങളെ അങ്ങോട്ട് പോയി കാണും, താല്പര്യപൂർവ്വം വിളിച്ചു വരുത്തി കാണും. എന്തൊക്കെ അഭിനയമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു 12 തവണ ചോദ്യം ചോദിച്ചു. അത് മറുപടി പറയേണ്ടാത്ത ഒരു കാര്യമാണോ? പ്രത്യേകിച്ച് സതീശനെ പോലെയുള്ള ഒരാൾ. അദ്ദേഹത്തിന് അറിയുന്നവർക്ക് അറിയാലോ, അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റാത്ത എന്തോ അതിലുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ദുരൂഹത അവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്തേ മറുപടി പറയാത്തത്? ഇവിടെ ഒരുപാട് സംശയമുണ്ടെന്നേ. നേരത്തെ ഇവരുടെ ടീം UDFന്റെ ഇന്ത്യയിലെ നേതാവായി അറിയപ്പെടുന്ന, ഇവിടെ മുഖ്യമന്ത്രിയാവാൻ പരിശ്രമിച്ചിട്ട് VD സതീശന്റെ മുമ്പിൽ മുട്ടുമടക്കി എന്ന് പറയപ്പെടുന്ന ഈ KC വേണുഗോപാൽ, അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു സെന്റൻസ് ഉണ്ട്, ഒരു ഇന്റർവ്യൂ കൊടുത്തത്. രാജ്യത്ത് അമിത്ഷായോട് കൂടിക്കാഴ്ച നടത്തി, നരേന്ദ്രമോദിയോട് കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു. എന്നിട്ടൊരു ഡീല് ആരോപിച്ചു CPMന് നേരെ. അത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഏറ്റുപിടിച്ചു. അങ്ങനെ കേരളത്തിലെ CPMനെ ഈ BJPയുമായി എന്തോ ഡീലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുടനീളം ഇവർ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചു. അതിലേറ്റവും പ്രധാനമായിരുന്നു നരേന്ദ്രമോദിയെ കണ്ടു, അമിത്ഷായെ കണ്ടു എന്നൊക്കെ ഉള്ളത്. ആ സാഹചര്യമൊക്കെ നമുക്കറിയാം. നമ്മുടെ കേരളത്തിന് അർഹമായ പണം തടഞ്ഞു വെച്ച് കേരളത്തെ ദ്രോഹിക്കുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. ഇതേ നരേന്ദ്രമോദിക്കെതിരെ ഡൽഹിയിൽ സമരം നടത്തിയ ആളാണ് സഖാവ് പിണറായി വിജയൻ. നമുക്കാവശ്യപ്പെട്ട പണത്തിന് വേണ്ടി അന്ന് ആ സമരത്തോട് ഇന്ത്യയിലെ പ്രതിപക്ഷം ഐക്യദാർഢ്യപ്പെട്ടപ്പോഴും കേരളത്തിലെ കോൺഗ്രസിന്റെ വലിയ സമ്മർദ്ദം കൊണ്ട് ഐക്യദാർഢ്യപ്പെടാത്തവരാണ് ഈ പാർട്ടി ഇല്ലേ. അതിന്റെ നേതാവാ സതീശൻ. ആ സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിന് മുമ്പ് ചാർട്ടേഡ് വിമാനത്തിൽ പറന്നു. എന്തിനു വേണ്ടിയാ? അത്തരം വിഷയങ്ങൾ നമ്മൾ ഒരുപാട് തവണ ചർച്ചയിലേക്ക് വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ ഇടപെടുന്നു. എന്റെ ചോദ്യം ഡയറക്റ്റ് ആണ്. ഇവിടെ ഇപ്പോൾ ശ്രീ രാജു പി നായർ പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അല്ല വസീഫ്, അത് ഒരു മിനിറ്റ് വസീഫ്, ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അസ്വസ്ഥനായി എഴുന്നേറ്റ് പോകാൻ ഇടയാക്കിയ ചോദ്യം അത് ഈ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ഉണ്ടായ റെയ്ഡുമായി ബന്ധപ്പെട്ട് അതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമായിരുന്നു. ഇപ്പോൾ രാജു പി നായർ അതിലൊരു പൊളിറ്റിക്കൽ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. ആ കേസിലെ ഒരു പ്രതിയായ വീണ ടി താമസിക്കുന്ന വീടാണ് അത് എന്നുള്ളത് മാത്രമാണ് ആ കേസിൽ പിണറായി വിജയനുമായി അതിലുള്ള കണക്ഷൻ. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ അത്തരം ഒരു വിഷയത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കോൺഗ്രസ് എടുക്കേണ്ടതിന്റെ കാര്യമുണ്ടോ? ഓക്കെ, വീണ ടിയുടെ വീട് എവിടെയുമുണ്ട്. വീണ ടിയുടെ പേരിൽ എന്തിനാ അങ്ങ് പിണറായിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്? ഈ ED എന്ന് പറയുന്ന സംവിധാനത്തിന് ഇതറിയാത്തതാണോ? വീണ എവിടെ ഉള്ളത് എന്ന് അറിയാത്തതാണോ? എന്തിനാ കോഴിക്കോട് വന്ന് അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസിന്റെ ഉപ്പ താമസിക്കുന്ന, ഉപ്പയും ഉമ്മയും പ്രായമുള്ളവർ താമസിക്കുന്ന വീട്ടിൽ ഈ പെരുന്നാളിന്റെ തലേ ദിവസം കയറി മണിക്കൂറുകൾ ബുദ്ധിമുട്ടിച്ചത്? ഇവർക്കറിയാത്തതാ? ഇവർ മറുപടി പറയണ്ടേ? ഇവരെന്തിനാ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? 2014 സ്ഥാപിച്ച ഒരു സ്ഥാപനം, അന്ന് അവർ താമസിച്ച AKG സെന്റർ, ഇതിന്റെ അഡ്രസ്സ് കൊടുത്തു എന്നോ മറ്റോ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം വലിയ രീതിയിൽ പുകമറകൾ സൃഷ്ടിക്കുന്നത്. ഇതാണ് കോൺഗ്രസ്. ഇതാ കോൺഗ്രസ്. പുകമറകൾ സൃഷ്ടിക്കുക, വലിയ കഥകൾ മെനയുക, എന്നിട്ട് ആ കഥകൾക്ക് പുറകെ ആളുകളെ കൊണ്ടുപോവുക, വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുക, എന്നിട്ട് അതിനിടയിലൂടെ ഇവരുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോവുക. ഇവർ ഡീൽ ഉണ്ടാക്കുക, ഇവർ ധാരണകൾ ഉറപ്പിക്കുക. ഈ പ്രതിപക്ഷ നേതാവ് എന്തിനായിരുന്നു ഇത്രയും ദിവസം പ്രതിപക്ഷ നേതാവിന്റെ വീട്, ഈ കണ്ടോൺമെന്റ് ഹൗസ് ഒഴിയാതിരുന്നത്? നമുക്ക് സംശയം ഉണ്ടാവില്ലേ? ഈ ഒരു ധാരണയുടെ പുറത്തല്ലേ? രാജ്യതലസ്ഥാനത്ത് പോയി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കണ്ട് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട്, വേഗം വന്ന് നോക്കിക്കൊള്ളണം എന്നാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശമെന്ന് ആർക്കാ സംശയമുള്ളത്? ഒരുപാട് ദുരൂഹതകളില്ല ഇവിടെ. ഈ സംസ്ഥാനം ഭരിക്കുന്ന പ്രതിപക്ഷ
സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഈ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ഈടി കയറുമ്പോൾ അതിനെ പറ്റി പറയാൻ പറ്റില്ല എന്നാണോ? അത് ഇപ്പോൾ നിങ്ങൾക്ക് കേവലം വീണയുടെ ഒരു പ്രശ്നം. എന്തൊരു കഷ്ടമാണ്. ശരി, ഇവിടെ എന്തൊക്കെ വിഷയങ്ങളുണ്ടെന്നേ ഇത് പറയണ്ടേ? ഇദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചിരുത്തി സൽക്കരിച്ച് തോളിൽ തട്ടി എന്തൊക്കെ സ്നേഹപ്രകടനങ്ങൾ നടത്തി, എന്തൊക്കെ അഭ്യാസമായിരുന്നു, അതിന്റെ റീലിടലും എന്തൊക്കെയായിരുന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ? നല്ല ബോഡി ലാംഗ്വേജിൽ, നല്ല ഫേസ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ അപ്ലൈ ചെയ്ത് നല്ല PR വർക്കിലൂടെ മാധ്യമങ്ങളെ നൈസായിട്ട് അങ്ങ് ശരിയാക്കി കളയുക. കണ്ടില്ലേ നിങ്ങൾ? എന്നിട്ട് അതിനെ ന്യായീകരിക്കുക ഒരു മടിയുമില്ലാതെ. ഈ കേസിൽ ED വരുന്നു, ശരി, ആ EDക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നു ആര്? ഇന്നലെ നേരത്തെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞു, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേരള പോലീസ്, കോഴിക്കോടും കണ്ണൂരും ഒന്നും ഒരു പ്രശ്നമില്ലല്ലോ, കേസില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇന്ന് കിട്ടിയ വാർത്ത ഞങ്ങളൊക്കെ അറിയുന്നത് ഞങ്ങളൊക്കെ കേസിൽ പ്രതിയാന്നാണ്. കോഴിക്കോടും കണ്ണൂരും പ്രതിഷേധിച്ചവർ അല്ലേ? ശരി, എന്തായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അനുമതി വാങ്ങേണ്ടതില്ലല്ലോ. ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് EDക്ക് അതിൽ അനുമതി വാങ്ങേണ്ടതില്ല. മാത്രമല്ല ഇപ്പോൾ പ്രതിഷേധിച്ച ആളുകൾക്കെതിരെ കേസ് എടുക്കുമെന്നുള്ളത് മുൻപ് തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്. ഒക്കെ ഞാൻ മടങ്ങി വരാം. അനുമതിയൊന്നും വേണ്ട, പക്ഷെ EDയുടെ കാവൽ പട്ടിയായി കേരള പോലീസ് മാറിയിട്ടുണ്ട്. ആ EDക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്ത് ED പറയുന്നത് പോലെ അവിടെ കാവൽ പട്ടിയായി മാറുക, വലിയ കുഴപ്പങ്ങളിലേക്ക് ഈ നാടിനെ കൊണ്ടുപോവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.